T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ നടത്തുന്ന തകർപ്പൻ പ്രകടനത്തിനു പിന്നിൽ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ ശക്തമായ ഇടപെടലാണെന്ന് പറയുകയാണ് മുൻ പാക് താരം ഷുഐബ് അക്തർ. സഞ്ജുവിനെ പ്ലേയിംഗ് 11-ലേക്ക് തിരികെ കൊണ്ടുവരാൻ ഗംഭീറിന് ടീം മാനേജ്മെന്റിനുള്ളിൽ വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നുവെന്നാണ് അക്തറിന്റെ വെളിപ്പെടുത്തൽ. PTV സ്പോർട്സിലെ ഗെയിം ഓൺ ഹേ എന്ന പരിപാടിയിലാണ് ആരാധകരെ ഞെട്ടിക്കുന്ന ഈ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത്. 2014 മുതൽ സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട്. ഗംഭീർ എല്ലാവരോടും പൊരുതിയാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. സത്യം പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഡ് സെലക്ഷൻ ആയിരുന്നു അത്. ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ സഞ്ജു ടീമിലുണ്ടായിരുന്നില്ല. എന്നാൽ ദക്ഷിണാഫ്രിക്കയോട് തോറ്റതോടെ ഗംഭീർ സഞ്ജുവിനായി വാദിച്ചു. ആ തീരുമാനം എത്രത്തോളം ശരിയായിരുന്നുവെന്ന് സഞ്ജു ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂർണമെന്റിലെ സഞ്ജുവിന്റെ കണക്കുകൾ ഏതൊരു ബൌളറെയും ഭയപ്പെടുത്തുന്നതാണ്. വെറും 4 മത്സരങ്ങളിൽ നിന്ന് 232 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. 77.33 ശരാശരിയും 201.73 എന്ന വമ്പൻ സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന്റെ ആധിപത്യം വ്യക്തമാക്കുന്നു. വിൻഡീസിനെതിരായ ക്വാർട്ടർ ഫൈനലിലെ 97 റൺസും ഇംഗ്ലണ്ടിനെതിരായ സെമിയിലെ 89 റൺസും സഞ്ജുവിനെ ടീമിന്റെ വിശ്വസ്തനാക്കി മാറ്റി. സെമി ഫൈനലിലെ 89 റൺസോടെ വിരാട് കോഹ്ലിയുടെ ഒരു ചരിത്ര റെക്കോർഡിനൊപ്പം സഞ്ജു എത്തി. T20 ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. കൂടാതെ ഒരു ലോകകപ്പ് എഡീഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡും സഞ്ജു മറികടന്നു. നിലവിൽ 16 സിക്സറുകളാണ് സഞ്ജുവിന്റെ അക്കൗണ്ടിലുള്ളത്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയും സഞ്ജു ഇതേ ഫോം തുടരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഗംഭീർ അർപ്പിച്ച വിശ്വാസത്തിന് ലോകകപ്പ് കിരീടത്തിലൂടെ സഞ്ജു മറുപടി നൽകുമോ എന്ന് കാത്തിരുന്നു കാണാം. അതേസമയം ഓഫ് സ്പിന്നേഴ്സിനെതിരെ ഇന്ത്യൻ ബാറ്റർമാർ തുടരെ പരാജയപ്പെടുന്നത് ടീമിനെ ആശങ്കയിലാക്കുന്നുണ്ട്. എന്നാൽ ജയിക്കുന്നിടത്തോളം അതൊരു പ്രശ്നമേയല്ല എന്നായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം. ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച സ്പിൻ അറ്റാക്കുള്ള 11 ന്യൂസിലാൻഡിന്റേത്. ഗ്ലെൻ ഫിലിപ്സിനും കോൾ മക്കോഞ്ചിക്കും ഓഫ് സ്പിൻ എറിയാൻ കഴിയും. ക്യാപ്റ്റൻ മിച്ചേൽ സാറ്റ്നറും രജിൻ രവീന്ദ്രയും ഇടം കയ്യൻ സ്പിന്നർമാരാണ്. ഫൈനലിൽ കളിക്കാൻ സാധ്യത കുറവാണെങ്കിലും പരിചയസമ്പന്നനായ ലെഗ് സ്പിന്നർ ഇഷ്ക് സോദിയും അവരുടെ നിരയിലുണ്ട്. എന്നാൽ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് തന്നെ എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് മുന്നറിയിപ്പുമായി ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാറ്റ്നർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിന് മുൻപായി നടന്ന പത്രസമ്മേളനത്തിലാണ് സാറ്റ്നർ തന്റെ തന്ത്രപരമായ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇന്ത്യയെ അട്ടിമറിക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് പറഞ്ഞ താരം ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റുന്ന വാക്കുകളാണ് പങ്കുവച്ചത്. ഈ കിരീടം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ചില ഹൃദയങ്ങൾ തകർക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല, സാറ്റ്നർ പറഞ്ഞു. ICC ടൂർണമെന്റുകളിൽ പലപ്പോഴും ഇന്ത്യയുടെ പേടി സ്വപ്നമാകാറുള്ള ന്യൂസിലാൻഡ് ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കുമെന്ന സൂചനയാണ് ക്യാപ്റ്റൻ നൽകുന്നത്. സമ്മർദ്ദം പൂർണ്ണമായും ഇന്ത്യയുടെ മേലാണെന്നും സ്വന്തം നാട്ടിൽ കളിക്കുന്നതിന്റെ ആനുകൂല്യം ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നും സാറ്റ്നർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നിരയിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണെന്ന ചോദ്യത്തിന് സാറ്റ്നർക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ജസ്പ്രീത് ബുംറ. ബുംറ ഒരു ലോകോത്തര ബൌളറാണ്. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ബുംറയുടെ സ്പെല്ലാണ്. ബാറ്റിംഗിനെ തുണയ്ക്കുന്ന ഫ്ലാറ്റ് വിക്കറ്റ് ആയിരിക്കും അഹമ്മദാബാദിൽ എന്നത് രഹസ്യമല്ല. അവിടെ ബുംറയെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മത്സരഫലം. കിവീസ് നായകൻ ബുംറയെക്കുറിച്ച് വാചാലനായി. അഹമ്മദാബാദിലെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ സാക്ഷിയാക്കി സൂര്യകുമാറും സംഘവും കിരീടമുയർത്തുമെന്ന് ഇന്ത്യ വിശ്വസിക്കുമ്പോൾ അതിനിടയിൽ വില്ലനാകാൻ തങ്ങൾക്കാകുമെന്നാണ് സാറ്റ്നർ പറയുന്നത്. എന്നാൽ സഞ്ജുവിന്റെ നിലവിലെ ഫോമും ബുംറയുടെ കൃത്യതയും സാറ്റ്നറുടെ പ്ലാനുകളെ തകർക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.